ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജൂൺ മാസ ഫലമാണ്. 2024 ജൂൺ മാസത്തില് ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിങ്ങരാശിയുടെ ഫലമാണ് നോക്കുന്നല്ലേ. അപ്പൊ ചിങ്ങരാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതൊരു പൊതുഫലമാണ് മനസ്സിലാക്കുക. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെയാണ് നടക്കാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇത് കോമ്പറ്റീഷൻ ആണ് മാത്രം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമായാലും ഗുണമായാലും ദോഷമായാലും എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യുന്ന ജോബ് അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക. വീഡിയോ പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായി തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ജീവിതം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് അധികം താമസിക്കാൻ വീട്ടിലേക്ക് കിടക്കാം. ചിങ്ങരാശി മകം പൂരം ഉത്രം കാടുന്നത് രണ്ടാം നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത്. ഇവർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് മാളവ്യ യോഗം രാജയോഗം ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഇവർക്ക് നോക്കുകയാണെങ്കിൽ ഈ തവണത്തെ രാശിമാറ്റങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ്. ഓക്കെ. പിന്നെ രാഹു, കേതു, ശനി ഇവയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് ഒരുക്കി വരുന്നത്. സോ ഈ രാഹു കേതുക്കള് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശനി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ മറ്റുള്ള ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമാണ്. ഓക്കെ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തി പേടിക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ മെയ് മാസത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ജൂൺ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായതാണ്. എന്തൊക്കെയാണ് ജീവിതത്തിൽ നടന്നത്, എന്തായിരുന്നു മെയ് മാസം. ചിലവർക്ക് ഈ മെയ് മാസം എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും അല്ലേ. പലയിടത്തിലുള്ള ചിലർക്ക് ജോബ് നഷ്ടപ്പെടുക, വിദ്യാർത്ഥികളാണെങ്കിൽ ഭയങ്കര ദുഃഖം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബഹളം, ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു മെയ് മാസത്തിൽ അല്ലേ. എന്നാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആണ്. ഓക്കെ. കാരണം എല്ലാവരും കൂടി നമുക്ക് പ്രതികൂലമായി നിൽക്കണം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ നമ്മുടെ വശം പറയാനും നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ എടുക്കാനും തീരുമാനിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടില്ലേ. അത്രയൊക്കെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ എല്ലാരും കൂടി നിങ്ങളെ എതിർക്കുന്നതും ഒരു കുറച്ചു പേര് എതിർക്കുന്നതും ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബലം കൂടുതലില്ലേ. അത്രയേ ഉള്ളൂ ഈ ഒരു മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കുവാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തൊഴിലൊന്ന് മാറണം, അല്ലെങ്കിൽ ഒന്ന് മാറിയേ കൊള്ളാമായിരുന്നു, എനിക്ക് ബെറ്റർ കരിയർ കിട്ടിയേനെ, അല്ല എൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന തൊഴിൽ പോലെ കുറച്ചുകൂടി നല്ല തൊഴിൽ വേണം, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ ഒരു വാല്യൂവിനനുസരിച്ചുള്ള റിട്ടേൺ എനിക്ക് കിട്ടുന്നില്ല, മാറണം. ശ്രമിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായ സമയമാണ്. പലതരത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. 4-9 അധികനാണ് പുള്ളിക്കാരൻ അവിടെ പോയി നിൽക്കുന്നുണ്ട്. നമ്മുടെ മേടം രാശി തന്നെ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. വ്യാഴമായാലും ബുധൻ, ശുക്രൻ, ആദിത്യൻ ഇവരെല്ലാം 10ലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെതായ ബെനിഫിറ്റുകൾ നമുക്ക് വരികയുണ്ട്. ആദിത്യനും ശുക്രനും ഒന്നിച്ച് നിൽപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അനുകൂലമുണ്ട്. ജോബിന് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് ഒരുങ്ങി വരിക. ബിസിനസ്സിലായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് കിട്ടുകയും ആ ഒരു അഭിവൃദ്ധിയൊക്കെ കിട്ടുന്ന അനുകൂലമായ സമയമാണ്. ഇൻകം വർദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വരുമാനമുള്ളൂ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. ഇതൊന്നും ശ്രമിക്കാതിരുന്നാൽ നടക്കില്ല കേട്ടോ മക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾ 10 അല്ലെങ്കിൽ 10 സ്ഥാനത്ത് നമുക്ക് നല്ല ഗ്രഹബലം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രഹങ്ങളുണ്ട് ഇതുണ്ട്. സോ നമുക്ക് തൊഴിൽ ലഭിക്കാൻ യോഗമുണ്ട്, പക്ഷെ പരിശ്രമിക്കണം. നമുക്ക് തൊഴിൽ ഉന്നതിയിലെത്താൻ സാധ്യതയുണ്ട്, പക്ഷെ പരിശ്രമിക്കണം. എല്ലാത്തിനും പ്രധാന മൂലിക എന്ന് പറയുന്നത് പരിശ്രമമാണ്. പരിശ്രമം ഇല്ലാതെ നമുക്ക് എത്ര നല്ല ഭാഗ്യമാണ്, എത്ര അനുകൂലമാണ്, എല്ലാ ഗ്രഹങ്ങളും കൂടി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ചുമ്മാ വീട്ടിലൊരിടത്തിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ചുമ്മാ ഇരിക്കുന്നു, നിങ്ങൾക്ക് ജോബ് കൊണ്ടുവന്ന് ആരെയും നിങ്ങളുടെ കൈമടിയിൽ കൊണ്ടുവന്ന് തരുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ എവിടെയും പോയി അപേക്ഷ വെച്ചിട്ടില്ല, നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇന്റർവ്യൂ തന്നെ വെൽ പെർഫോം ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയി എക്സാം എഴുതി. എത്ര നല്ല ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വാട്ട് ഈസ് ദ യൂസ്? എന്താണ് അതിന്റെ യൂസ്? നമുക്ക് ആ യൂസ് വേണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ പലതും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താ? ഞാൻ പരിശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ചിന്തയെ വരുള്ളൂ. ജോബ് ആയാലും എന്ത് കാര്യം തന്നെയായാലും
സോ പരിശ്രമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല സമയത്തും ചീത്ത സമയത്തും ഒരുപോലെ യൂസ് ചെയ്യേണ്ട സാധനമാണ്. ചീത്ത സമയത്തിൽ ഒന്ന് ഇരട്ടിയായിട്ട് യൂസ് ചെയ്യുക, നല്ല സമയത്ത് നമ്മൾ അത്ര ഹാർഡ് വർക്ക് എടുക്കേണ്ട വരില്ല, അത്ര മാത്രമേ ഉള്ളൂ. പരിശ്രമം ഇല്ലാതെ ഒന്നും നടക്കില്ല. ഏറ്റവും നല്ല ഉദാഹരണം പറയാം. എന്നെ ഇപ്പൊ വിളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ചുമ്മാ മൊബൈലും വെച്ചോണ്ട് വിളിക്കണം, മറ്റേ വോയിസ് അസിസ്റ്റന്റിന്റെ കാര്യം ഒന്നും എടുത്ത് ഇടല്ലോ കേട്ടോ. വിളിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് എത്ര നേരം ഇരുന്നാലും എൻ്റെ അടുത്ത് കോൾ വരുമോ, അല്ലെ ഓഫീസിലേക്ക് കോൾ വരുമോ? ഇല്ല. കാരണം എന്ത് ചെയ്യണം? നിങ്ങൾ അതിനുള്ള ആക്ഷൻ എടുക്കണം, പരിശ്രമം എടുക്കണം. എന്താണ് പരിശ്രമിക്കേണ്ടത്? ഫോൺ എടുത്ത് എൻ്റെ നമ്പർ ഞെക്കി വിളിക്കണ്ടേ ഓഫീസിലേക്ക്, എന്നാൽ മാത്രമല്ലേ ഇവിടെ കോൾ വരുവുള്ളൂ. ഓക്കെ, അല്ല എനിക്ക് നല്ല സമയമാണ്, നല്ല സമയമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത സമയമാണ്, ഒരു ആവറേജ് ടൈം ആണല്ലോ, അപ്പൊ വിഷയമില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നടക്കും എന്ന് വിചാരിച്ച് ഉമ്മ എങ്ങനെ ഇരുന്നു? കിട്ടുമോ? ഇല്ല. പരിശ്രമിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആരും പറഞ്ഞു തോന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ച പരിശ്രമത്തിന്റെ കാര്യം എന്താണെന്ന്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സമയവും എന്തൊരു പരിശ്രമം എടുത്താലും അത് വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് ഈ മാസം എന്ന് പറയുന്നത്. പൊതുവെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. കുടുംബജീവിതത്തിലൊക്കെ ആയെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. കാരണം രാഹു കേതുക്കൾ 2-8 നിൽക്കുന്നത്, അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ അതൊന്ന് മനസ്സിലാക്കുക. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പരിശ്രമം റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതൊക്കെ ബുദ്ധിപരമായിട്ടും ലോജിക്കായിട്ടും ചിന്തിച്ച് പ്രശ്ന പരിഹാരങ്ങളൊക്കെ നടത്തുക. എപ്പോഴും നല്ല ജാഗ്രതയോടെ തന്നെ മുമ്പോട്ട് പോവുക. വിവാഹത്തിനൊക്കെ ആണെങ്കിൽ അത്ര നല്ല സമയമൊന്നുമല്ല. സോ വിവാഹം ഈ ഒരു മാസം അത്ര നല്ലതൊന്നുമല്ല. റിലേഷൻഷിപ്പിലായെങ്കിൽ പോലും പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാനൊക്കെ ആണെങ്കിൽ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല. ബട്ട് കുഴപ്പമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളെ ബാക്കി ഒന്നും ബാധിക്കുന്നില്ല, നിങ്ങളെ ബാക്കി ഒന്നും നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളത് നിങ്ങൾക്ക് അനുകൂലമായ സൂപ്പർ ടൈമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ സമയമാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സമയമാണ്. സോ നിങ്ങൾ ബാക്കി ഒന്നും നോക്കുന്നില്ല, നിങ്ങളുടെ കുടുംബം നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പക്കാ ഫോക്കസ് നിങ്ങളുടെ സ്റ്റഡീസിലാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായിട്ടുള്ളവർക്ക് പൂർത്തീകരിക്കാനും തുടങ്ങാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ തുടങ്ങാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി പറയാം, നമുക്ക് ചിങ്ങരാശിയിൽ ജനിച്ച സ്ത്രീകളുടെ കാര്യം ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ, കാരണം ചിങ്ങത്തില് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, ചെറിയ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടവരാ, ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കാത്ത പോലെ തോന്നുന്ന നിങ്ങളുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡ് ആയി നിന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടും. ഓരോ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡ് ആയെങ്കിൽ, പക്ഷെ കമ്മിറ്റഡ് വെച്ചാൽ മറ്റേ കമ്മിറ്റഡ് ഉള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെഡിക്കേഷൻ വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കാര്യത്തിൽ ഭയങ്കര ഓവർ അറ്റാച്ച്ഡ്, ഓവർ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ, പ്രശ്നങ്ങൾ കുറയ്ക്കില്ല. നിങ്ങൾക്ക് ധൈര്യങ്ങളൊക്കെ വർദ്ധിക്കും. പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ചിന്തിക്കാതെ നിന്ന് പ്രശ്നമാണെങ്കിൽ പറഞ്ഞാൽ പ്രശ്നം കൂടുകയും മാത്രമേ ഉള്ളൂ, കുറയുകയില്ല എന്ന് മനസ്സിലാക്കുക ചിങ്ങരാശിക്കാര്. അതേപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ഇച്ചിരി പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ കൊടുക്കൽ വാങ്ങൽ ഒന്നും വേണ്ട. ഓക്കെ, ഒന്നും വേണ്ട. ഈ മാസത്തില് കൊടുക്കൽ വാങ്ങൽ ഒന്നും വേണ്ട ഇച്ചിരി പ്രായം ചെന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. നല്ല രീതിയിൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെറിയ വർഷങ്ങൾ വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. ഇവരും എന്താണ് ഓവർ കമ്മിറ്റഡ് ആവാനൊന്നും വേണ്ട. എവിടെയും ഒരു കാര്യത്തിന്റെ വിഷയത്തിലും ഓവർ കമ്മിറ്റഡ് ആവാതിരിക്കുന്നത് ഉത്തമം. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഈ കമ്മിറ്റ്മെന്റ് പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ജീവിതമായിട്ട് ഓരോ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്ഡ് എല്ലാം കമ്മിറ്റഡ് ആകുമ്പോൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. സോ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ ചിലപ്പോൾ പാടായി എന്ന് വരേക്കാം. അതുകൊണ്ട് പറഞ്ഞോളൂ, ആരോഗ്യ കാര്യങ്ങളിലേക്കാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, ആരോഗ്യമായുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, പ്രാർത്ഥനയ്ക്കുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ശരീരവും ഒക്കെ നന്നാക്കാൻ സഹായിക്കും. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഭൂമി വാങ്ങാനും വിൽക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. വാഹനയോഗം പറയാവുന്ന സമയമാണ്. നല്ല മാറ്റത്തിനൊക്കെ നല്ല അനുകൂലമായ സമയമാണ്. അറിവ് വർദ്ധിക്കാൻ ചാൻസ് ഉള്ള സമയമാണ്. നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാനും നല്ല രീതിയിൽ ഉള്ള സംഭാഷണമൊക്കെ നടത്താനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് പൂർണ്ണ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താഴെ കമന്റ് ചെയ്യായിരിക്കും. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കണം എന്ന് അല്ല ആഗ്രഹിച്ചെടുക്കണം എന്ന് തീരുമാനിക്കുന്ന വിഷയം താഴെ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ പേര് നക്ഷത്രത്തിന്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേര് നക്ഷത്രം കമന്റ് ചെയ്യുമ്പം വ്യക്തമായി തന്നെ പേര് നക്ഷത്രം ഇടാൻ ശ്രമിക്കുക. ഇനി കുറെ ആളുകൾ ഇടുന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് ഇട്ടിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ പക്ക ഓർഡറിൽ ഇടുക. ഒരു നക്ഷത്രത്തിന്റെ കൂടെ മിക്സ് ആക്കി ഇടാതിരിക്കുക. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമെങ്കിൽ തന്നെ കൃത്യമായി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വായിക്കാവുന്ന രീതിയിൽ വായിക്കാവുന്ന തരത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. തൊട്ടടുത്ത് നിങ്ങളുടെ വേറൊരു വ്യക്തിയെ കൊണ്ട് കാണിച്ചു നോക്കുക വായിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ തരുന്ന കമന്റിന് കൃത്യമായ റിപ്ലൈ നൽകുക. നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കമന്റ് ചോദിക്കും. സോ അതിന് കൃത്യമായ റിപ്ലൈ തരാൻ ശ്രമിക്കുക. നമ്മൾ നോട്ട് ചെയ്യുന്നതിന് കൃത്യമായ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ നോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്ത് വരേണ്ട പൂജയിൽ പ്രാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.